ലൈവിൽ തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല 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 പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യം ലെങ്ത്തുള്ള ടോപ്പിക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് രണ്ടാമത്തെ പാർട്ട് ലൈവ് ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്തതായിരുന്നു. ആ ലൈവിൽ വെച്ചായിരുന്നു ഞാൻ ആ ഒരു ലൈവ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എനിവേ ഇപ്പം എന്തായാലും ലൈവിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അവരോടും കൂടെ നമ്മൾ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. ഓക്കെ, ഓക്കെ, നമ്മൾ ഇന്നലെ നമ്മൾ കാൽക്കുലസിൻ്റെ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൻ്റെ ആദ്യത്തെ 2 മൊഡ്യൂളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള 2 മൊഡ്യൂളും കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇന്നലത്തെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഇന്നത്തെ ലൈവ് കണ്ട ആളുകൾക്ക് അറിയാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഓരോ മൊഡ്യൂളിലും ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യും അല്ലേ. നമുക്ക് ആദ്യം 3rd മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ, 3rd മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, 3rd മൊഡ്യൂളിനകത്താണ് നമ്മൾ ഈ ഒരു മൾട്ടി വേരിയബിൾ കാൽക്കുലസിൻ്റെ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നത്. നമ്മൾ 2nd മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ 2nd മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന മൊഡ്യൂളാണ് 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ആ ഒരു മൊഡ്യൂളിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂൾ കൂടിയാണ് ഈ ഒരു എന്തെന്ന് പറയുന്നത് 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ അതിനകത്ത് നിർബന്ധമായിട്ട് നോക്കേണ്ടത്, പഠിക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ചില ടോപ്പിക്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളുണ്ട്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, ഗ്രേഡിയൻ വെക്ടേഴ്സ്, ടാൻജൻറ്റ് പ്ലെയിൻ. ഇത് ആക്ച്വലി ഒരു സെക്ഷൻ്റെ പേരാണ്. ഓക്കെ, ഒരു സെക്ഷനാണിത്. ആ സെക്ഷനിൽ വരുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ, ഗ്രേഡിയൻ വെക്ടേഴ്സ് കാണാൻ, ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഇതൊക്കെയാണ് ഈ 3 ടോപ്പിക്കുകളാണ് ആ ഒരു സെക്ഷനകത്ത് വരുന്നത്. ആ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ മക്കളെ. നെക്സ്റ്റ് വരുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ. ടാൻജൻറ്റ് പ്ലെയിനിൻ്റെയും നോർമൽ ലൈനിൻ്റെയും ഇക്വേഷൻസ് ആണ് നമുക്കിനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാനുള്ള മക്കളെ പറയാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ. നെക്സ്റ്റ് ഈ എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സാഡിൽ പോയിന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ. ഇതിനകത്ത് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതിനകത്താണ് ഈ ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യം എക്സാമിന്
ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണത്. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനത്തെ ആ മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ഇതാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ 4 ടോപ്പിക്കിലെ ഏറ്റവും ഹൈലൈറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള 2 ഏരിയകൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമതായിട്ട് ഈ ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, അതുപോലെ എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സാഡിൽ പോയിന്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ടോപ്പിക്കാണ് ഇതിലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനകത്ത് ആക്ച്വലി നിങ്ങൾക്ക് വരുന്നത് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ, പറയുന്നുണ്ട് അവർ. ഓക്കെ, ആൻഡ് അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെക്ഷനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി ഓക്കെ, ഡൺ. ഇനി നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പ് നമുക്കിതിലെ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്കിതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രേഡിയൻ വെക്റ്റർ ആണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രേഡിയൻ വെക്റ്റർ ആണ്. ഓക്കെ, ഒരു സെക്കൻഡേ. ഓക്കെ, ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ആദ്യത്തേത് ഗ്രേഡിയൻ വെക്റ്റർ. ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ വെക്റ്റർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഫോർമുലകളാണ് നമ്മൾ പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഓർ എഫ് ഓഫ് എക്സ് വൈ ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, 2 വേരിയബിൾ ഫംഗ്ഷനോ 3 വേരിയബിൾ ഫംഗ്ഷനോ ആവട്ടെ. ഓക്കെ, ഞാൻ തൽക്കാലം ഇപ്പോൾ 2 വേരിയബിൾ ഫംഗ്ഷൻസിനാണ് എഴുതുന്നത് കരുതിക്കോ. അപ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്യാറുള്ളത് ഡെൽ എഫ് ആയിട്ടാണ്. ഡെൽ എഫ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് 3 വേരിയബിൾ ആണെങ്കിൽ അവിടെ ആരും കൂടെ ഉണ്ടാവും, ഒരു ഡോ എഫ് ബൈ ഡോ സെഡ് കെയും കൂടെ ഉണ്ടാവും. ഓക്കെ, ജനറലായിട്ട് പറഞ്ഞതാണ്. ഇതാണ് ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രേഡിയൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഈ ഗ്രേഡിയൻ വെക്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇത് രണ്ടിൻ്റെയും ഫോർമുല ഏകദേശം സെയിം ആണ്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുലയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഡെൽ എഫ് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ഡിനോട്ട് ചെയ്യുന്നത് ഡി യു ഓഫ് എഫ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമ്മൾ എടുക്കുന്നുണ്ട്. ആ യു എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു യു വൺ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു യു ടു പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു യു ത്രീ ഇഫ് എന്താണ് യു ഈക്വൽ ടു യു വൺ ഐ പ്ലസ് യു ടു ജെ പ്ലസ് യു ത്രീ കെ. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം നമുക്ക് എന്ത് കണ്ടെത്തണം മക്കളെ, യു ഹാവ് ടു നോ ദ ഗ്രേഡിയൻ വെക്റ്റർ. ഗ്രേഡിയൻ വെക്റ്റർ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ ആണ്. ഞാൻ ആദ്യം ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ആണ് അടുത്ത ടോപ്പിക്കായിട്ട് എഴുതുന്നത്. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ. ഓക്കെ, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് ശ്രദ്ധിച്ചോട്ടെ മക്കളെ. അതായത്
ഒരു പോയിന്റ് ഉണ്ട് പി നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. സോ എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോർമൽ ലൈൻ നോക്കാം. ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ. ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ. ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ ആണ്. സോ ഇതിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ആണ് എഴുതുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻറ്റു ടി കൊമ y is equal to y naught plus f y of p naught into t, comma z is equal to z naught plus f z of p naught into t എന്ന് കിട്ടും. അതാണ് നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം ടാൻജൻറ്റ് പ്ലെയിന്, നോർമൽ ലൈന്, ഇക്വേഷൻസ് പറഞ്ഞു. ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അവിടെ നമ്മൾ രണ്ട് പ്രധാനമായിട്ടും എക്സ്ട്രീം വാല്യൂസ് കാണുന്ന ആ ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് എന്താണ് മക്കളെ? ചില ടെസ്റ്റുകൾ, ഡെറിവേറ്റീവ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ആ ഒരു എന്താ പറയുക, ക്വസ്റ്റ്യൻ്റെ സമയത്തേക്ക് നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പറയാം. ഓക്കെ, എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് മാക്സിമം വാല്യൂ വരുന്നത്, എപ്പോഴാണ് മിനിമം വാല്യൂ വരുന്നത് എന്നൊക്കെ നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു ബേസിക് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം ഈ മൊഡ്യൂൾ പറയുന്നതിന് മുമ്പ്. നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. Okay, find the derivative of f of x. Find the derivative of f of xy is equal to x e power y cos xy at the point 2, 0 in the direction of capital A is equal to 2i minus 4j. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ പറയുന്നത്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം. എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷനൊക്കെ നമുക്കറിയാം. ആദ്യം നമുക്ക് എന്തറിയണം മക്കളെ? എന്തറിയണം? യു ഹാവ് ടു നോ ദ ഗ്രേഡിയൻറ്റ്. സോ അതിനു മുമ്പ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇ പവർ വൈ പ്ലസ് കോസ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. സോ ഫസ്റ്റ് ഗ്രേഡിയൻ്റ് കാണണം. ഗ്രേഡിയൻ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് എന്താ മക്കളെ നമുക്ക് വേണ്ടത്? ഓക്കെ, ഓക്കെ, സോ ആദ്യം നമുക്ക് ആദ്യം എഫ് എക്സ് കാണണം അല്ലേ? എഫ് എക്സ് കണ്ടു. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ പവർ വൈ പ്ലസ് കോസ് എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇ പവർ വൈൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ വൈ ആണ്. പ്ലസ് കോസ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ മക്കളെ വരിക? കോസിൻ്റെത് മൈനസ് സൈൻ എക്സ് വൈ ആണ്. സോ മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻ ടു ചെയിൻ റൂൾ വെക്കുമ്പോൾ എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ വരും. അല്ലെങ്കിൽ ഈ എഫ് എക്സ് ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? ഇ പവർ വൈ മൈനസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത്. എഫിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ,
ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഈ എഫ് എക്സിന് എന്ത് കാണണം മക്കളെ? ഈ ഇതേ എഫ് എക്സിന് അറ്റ് ദ പോയിന്റ് ഏതാ നമ്മൾക്ക് പോയിന്റ് തന്നത്? 2 0 അല്ലേ? 2 0 എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ വൈക്ക് പകരം 0യും എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എന്താ കിട്ടുക? ഇ പവർ 0 മൈനസ് വൈ ഇൻറ്റു വൈ 0 ആയതുകൊണ്ട് 0 ഇൻറ്റു സൈൻ ഓഫ് 2 ഇൻറ്റു 0 എന്ന് കിട്ടും. ഇ പവർ 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 1 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. ഇനി എഫ് വൈ കാണണം. എഫ് വൈ is equal to ഡോ എഫ് ബൈ ഡോ വൈ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇ പവർ വൈ മൈനസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് വൈ എന്നാണ് കിട്ടുക. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ തന്നെ വെച്ചു. ഇ പവർ വൈൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ വൈ ആണ്, മൈനസ് സൈൻ ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എക്സ് വൈൻ്റെ എക്സ് ആണ് വരെ അല്ലേ. ദാറ്റ് ഈസ് എഫ് വൈ is equal to എക്സ് ഇ പവർ വൈ മൈനസ് എക്സ് സൈൻ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് വൈ അറ്റ് ദ പോയിന്റ് 2, 0 എന്താ കിട്ടുക? 2 ഇൻറ്റു ഇ പവർ 0 മൈനസ് 2 ഇൻറ്റു സൈൻ ഓഫ് 2 ഇൻറ്റു 0 എന്ന് കിട്ടും. ഇവിടെയുള്ള ഈ സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോയി, കാരണം സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ എന്താ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടാവുക? വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് എഫ് വൈ അറ്റ് 2, 0 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും മക്കളെ? ഈക്വൽ ടു 2 ആയിട്ട് കിട്ടും. Therefore del f ഡെൽറ്റ അല്ല, del f അറ്റ് ദ പോയിന്റ് 2, 0 is equal to ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ എന്നാണ് ഇക്വേഷൻ. സോ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2j എന്ന് കിട്ടും. ഇതായിരിക്കും നമുക്ക് ഡെൽ എഫ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡെൽ എഫ്. ഇനി ഈ ഡെൽ എഫ് വെച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത് മക്കളെ? അപ്പം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണേണ്ടത്. ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി യു ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ? ഡെൽ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു u1 പ്ലസ് ഡെൽ എഫ് ബൈ ഡോ വൈ ഇൻറ്റു u2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു u1 എന്ന് പറഞ്ഞാൽ 3i മൈനസ് 4j ആണ്. ഇവിടെ u എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് വരുന്നത് u is equal to 3i മൈനസ് 4j ആണ് വരിക. സോ ഈ അതായത് നമുക്കിവിടെ തന്നിട്ടുള്ള ഡോ എഫിൻ്റെയും യുവിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി എന്ത് എന്ന് പറയുന്നത് മക്കളെ? നമ്മളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ വരിക? 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു മൈനസ് 4 എന്ന് കിട്ടും. ശരിയാണല്ലോ? ഓക്കെ, സോ വിച്ച് ഈസ് ഓക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. യെസ്, ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് തന്നിട്ടുള്ള വെക്ടർ ഉണ്ടല്ലോ, അതായത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന വെക്ടർ എത്രയാണ്? 3i മൈനസ് 4j ആണ്. ഇതിൻ്റെ യൂണിറ്റ് ഇത് വെക്ടറാണ്. ഇതിൻ്റെ എ ക്യാപ്പ് നമുക്ക് കാണണം എന്ന് പറഞ്ഞാൽ 3i മൈനസ് 4j ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ, കാരണം യൂണിറ്റ് വെക്ടർ ഡയറക്ഷനിലാണ് കാണേണ്ടത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 3i മൈനസ് 4j ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് കിട്ടും. അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 3i മൈനസ് 4j ഡിവൈഡഡ് ബൈ റൂട്ട് 25 അല്ലെങ്കിൽ 5 എന്ന് കിട്ടും. അതാണ് എ ക്യാപ്പ് വരുന്നുണ്ടാവുക. ഓക്കെ,
അല്ലെങ്കിൽ നമുക്ക് എ ക്യാപ്പിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 3/5i മൈനസ് 4/5j എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഐ ക്യാപ്പ് ആയിട്ട് വരുന്നത്. ഈ ഐ ക്യാപ്പ് എ ക്യാപ്പ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു u1 പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു u2. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഇൻറ്റു 3/5 പ്ലസ് 2 ഇൻറ്റു 4/5, 2 ഇൻറ്റു മൈനസ് 4/5 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3/5 മൈനസ് 8/5 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, മൈനസ് 5/5 കിട്ടും. അല്ലെങ്കിൽ ഡി യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതായത് ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടി മക്കളെ, വിച്ച് ഈസ് ഈക്വൽ ടു -1 ആയിട്ട് കിട്ടി കേട്ടോ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മോട് പറഞ്ഞില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ചിലപ്പോൾ സെൻറ്റൻസിൽ ക്വസ്റ്റ്യനിൽ സെൻറ്റൻസ് ആയിട്ട് എന്തുണ്ടാവില്ല, ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് ആ ഒരു ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞതെങ്കിൽ അവിടെ നമ്മൾ ഏത് ഡെറിവേറ്റീവാണ് ഉദ്ദേശിക്കുന്നത്, ഡയറക്ഷണൽ ഡെറിവേറ്റീവാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാറ്റേൺ, ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ടു ദ എലിപ്സ് x²/4 പ്ലസ് y² is equal to 2. ഓക്കെ, അതായത് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിന് ഓക്കെ, ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം നോക്കാം. അതിന് ആ ഒരു ഫോർമുല നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കണം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻ. ഓക്കെ, സോ ഇവിടെ ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ആക്ച്വലി ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് എന്ത് മാത്രം മതി മക്കളെ, ഈ സെഡിൻ്റെ പോർഷൻ നമുക്ക് ആവശ്യമില്ല, ഇവിടെ കാണുന്ന പോർഷൻ നമുക്ക് ആവശ്യമില്ല അല്ലേ, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഞാനത് ഇക്വേഷൻ അങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ, ഇവിടെ സെഡിൻ്റെ പോർഷൻ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ അവിടുത്തെ പ്രശ്നം മക്കളെ, നിങ്ങൾക്കൊരു ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ പി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അറിയണം. ഇവിടെ പോയിൻ്റ് തന്നിട്ടില്ല. ആ പോയിൻ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ് നോട്ട് വൈ നോട്ട് ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ചെയ്യാം. ഗോട്ട് ഇറ്റ്. അല്ലാതെ ചെയ്യാൻ വേറെ നിവർത്തി, പോയിൻ്റ് തരാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ദ പോയിൻ്റ് പി നോട്ട് എന്ന് പറയുന്ന പോയിൻ്റായിട്ട് ഞാൻ ആരെടുക്കുന്നു, എക്സ് നോട്ട് വൈ നോട്ട് എടുക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ
നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്നാണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ആണ്. നമ്മൾ ആദ്യം എഫ് എക്സ് കാണണം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇവിടെ ഒരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല മക്കളെ, ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല കേട്ടോടാ. ഇതിനകത്തേ പോയിന്റ് തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോയിന്റ് കൊടുക്കാതെ അല്ല ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യനിൽ ആഡ് ആവാതെ വന്നതാണ്. ക്വസ്റ്റ്യനിലുണ്ട് അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി ശരിക്കും നമ്മളുടെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ട്, പക്ഷെ ഇവിടെ സ്ലൈഡിൽ അത് എന്തോ ബൈ മിസ്റ്റേക്ക് വരാത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണേണ്ടത് ഇക്വേഷൻ ടു ദ ടാൻജൻറ്റ് ലൈനാണ്. ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ, ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ അല്ല കാണാൻ പറഞ്ഞത്. അവിടെയും നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഈ ഇക്വേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ശ്രദ്ധിച്ചോ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എലിപ്സ് എന്ന് പറയുന്ന കേർവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കേർവിൻ്റെ അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്തെടുക്കാം മക്കളെ, എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് എടുക്കാം. ഈ ഒരു എഫ് ഓഫ് എക്സ് വൈയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആരെ കാണുന്നു, ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുന്നു. ഏത് പോയിന്റിൽ, ഈ -2 1 എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ്, gradient of f at the point -2, 1 എന്ന് പറയുന്നത് del f at the point -2, 1 is equal to എന്താ മക്കളെ വരിക, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് del f ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് -2, 1 i പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദ പോയിന്റ് -2, 1 j. ഇതാണ് വരിക. അപ്പോൾ അത് നമുക്ക് ഡോ എഫ് കാണാം. ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് -2, 1 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ എന്താ മക്കളെ കിട്ടുക, 2x ബൈ 4 കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 എന്ന് കിട്ടും അറ്റ് ദ പോയിന്റ് -2, 1. ദാറ്റ് ഈസ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -2 ബൈ 2 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1. അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് -2, 1 ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദ പോയിന്റ് -2, 1 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2y അറ്റ് ദ പോയിന്റ് -2, 1 അല്ലേ. വൈ സ്ക്വയറിന് മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1 അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ
അറ്റ് ദ പോയിന്റ് -2, 1 is equal നമുക്ക് എന്ത് കിട്ടും 2 എന്ന് കിട്ടും. Therefore gradient of f is equal to എന്താ മക്കളെ വരിക -i + 2j എന്ന് കിട്ടും അല്ലേ. ഇതാണ് നമ്മളുടെ ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ടാവുക, തന്നിട്ടുള്ള എഫിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കാണാൻ therefore ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, പോയിന്റ് ഉണ്ടല്ലോ അവിടെ, അതായത് എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൾ ടു 0 ചെയ്താൽ മതി. എഫ് എക്സ് എന്ന് പറയുന്നത് -1 ആണ്. സോ -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഏതാ -2 ആണ്. സോ -2 പ്ലസ് എഫ് വൈ 2 ആണ്, 2 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൾ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് -1 ചെയ്യുമ്പോൾ -x -2 പ്ലസ് 2y -2 ഈക്വൾ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക എന്താ മക്കളെ നോക്കിക്കേ, -2 -2 -4 വരും അല്ലേ. അതായത് 2y - x -4 ഈക്വൾ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ 2y - x ഈക്വൾ ടു 4 എന്ന് കിട്ടും. ഇതായിരിക്കും ആ ഒരു ഇക്വേഷൻ്റെ എന്തായിട്ട് വരുന്നത്, ആ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. 2y - x ഈക്വൾ ടു 4 എന്നായിരിക്കും ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ രീതിയിലാണ് ഗ്രേഡിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ ഓഫ് ദി സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 9 is equal to 0. ഓക്കെ, അറ്റ് ദ പോയിന്റ് പി നോട്ട് 1, 2, 4 1, 2, 4. ഓക്കെ, സോ രണ്ടും ഇവിടെയാണ് നമ്മൾ പെർട്ടിക്കുലർ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. സോ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നോർമൽ ലൈനും കൂടെ പറഞ്ഞതുകൊണ്ട് ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു ടി, വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് ഇൻറ്റു എഫ് വൈ ഇൻറ്റു ടി, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതാണ് നമ്മളെ ഫോർമുലകൾ. ഓക്കെ, ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ രണ്ട് ഫോർമുലകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഞാൻ എഴുതി വെക്കുകയാണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 9 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, -9 കൊടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഫ് എക്സ് കാണുന്നു. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 9 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2x ആണ് കിട്ടുക. ഇതാണ് എഫ് എക്സ്. ഇനി എഫ് എക്സ് അറ്റ് ദ പോയിന്റ്, തന്ന പോയിന്റ് ഏതാ 1, 2, 3 ആണ്. 1, 2, 4 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 × 1, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമ്മളുടെ എഫ് എക്സ് അറ്റ് ദ പോയിന്റ് വിച്ച് ഇസ് ഈക്വൽ ടു 2.
Okay, next Fy is equal to dou by dou y of x square plus y square plus z minus 9 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2y എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ എഫ് വൈ അറ്റ് ദ പോയിൻ്റ് 1 2 4 ഈക്വൽ ടു 2 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും 4 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ എഫ് വൈ വരുന്നുണ്ടാവുക. ഓരോന്നോരോന്നോ കണ്ടുപിടിക്കുക. ഇനി എഫ് സെഡ് കാണണം അല്ലേ നെക്സ്റ്റ്. സോ എഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 9. സോ സെഡ് സ്ക്വയർ അല്ല സെഡ് അല്ലേ ഉള്ളൂ, പ്ലസ് സെഡ് മൈനസ് 9. സോ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ അത് ഏത് പോയിന്റിലാണെങ്കിലും 1 തന്നെ കിട്ടുക. പോയിന്റ് അവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി therefore equation of tangent plane, equation of a tangent plane എന്താ വരിക മക്കളെ? ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി, ഞാൻ വീണ്ടും എഴുതുന്നില്ല. എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എത്ര ഇവിടെ 2 ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എത്ര 1 ആണ് അല്ലേ. സോ 1 പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്, എഫ് വൈ എത്ര 4 ആണ്. സോ 4 ഇൻറ്റു വൈ മൈനസ് 2 പ്ലസ് എഫ് സെഡ് 1 ആണ്, 1 ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ എന്താ കിട്ടാവുന്ന എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x മൈനസ് 2 പ്ലസ് 4y മൈനസ് 8 പ്ലസ് സെഡ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ -2 മൈനസ് 8 മൈനസ് 10 മൈനസ് 10 മൈനസ് 4 മൈനസ് 16 അല്ലേ. Sorry, minus 14. So you will get 2x plus 4y plus z minus 14 equal to 0 എന്ന് കിട്ടും. ഒന്നും കൂടെ നമുക്ക് വൃത്തിയിൽ ചെയ്താണെങ്കിൽ 2x plus 4y plus z is equal to 14 എന്ന് കിട്ടും. ഇതായിരിക്കും ആ ഒരു എഫ് ഓഫ് എക്സ് വൈ സെഡിൻ്റെ ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. 2x plus 4y plus z is equal to 14, അല്ലെങ്കിൽ മുകളിലത്തെ സ്റ്റെപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എന്ത് കിട്ടി നമുക്ക്? ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതേപോലെ നമ്മൾ എന്ത് കാണണം മക്കളെ? ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ. നെക്സ്റ്റ് കാണേണ്ടത് ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ. ഓക്കെ, നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. സോ നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ടി, y is equal to y naught plus f y t, z is equal to z naught plus f z t. സോ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന 1 ആണ്, 1 പ്ലസ് എഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാ 2 അല്ലേ, 2 ഇൻറ്റു ടി. സോ 2t വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് എന്ന 2 ആണ്, 2 പ്ലസ് എഫ് വൈ എത്രയാ മക്കളെ 4 ആണ്. സോ 2 പ്ലസ് 4t ആൻഡ് z ഇസ് ഈക്വൽ ടു z നോട്ട് എന്ന 4 ആണ്, 4 പ്ലസ് 1t അല്ലേ, അല്ലെങ്കിൽ ടി 4 പ്ലസ് ടി എന്ന് കിട്ടും. സോ ഇതായിരിക്കും ആ ഒരു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാനും നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എക്സാമിന് പ്രതീക്ഷിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആണോടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ടാൻജൻറ്റ് പ്ലെയിൻ ടാൻജൻറ്റ് ടു ദ സർഫസ് z is equal to x cos y minus y e power t. z is equal to
എക്സ് കോസ് വൈ മൈനസ് വൈ പവർ ടി വൈ ഇൻറ്റു ഇ പവർ എക്സ്. ഓക്കെ, വൈ പവർ ടി അല്ല, ഈ വൈ ഇൻറ്റു ഇ പവർ എക്സ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, ഇക്വേഷനിലൊന്നും മാറ്റമൊന്നുമില്ല. ഫംഗ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ജസ്റ്റ് ഒന്ന് മാറ്റി തന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അറ്റ് പോയിൻറ്റ് 0 0 0 0 ഒറിജിനിലാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. സോ ശ്രദ്ധിച്ചോ, സെഡ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് വൈനെ തന്നെ എടുത്താൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ തന്നത് എന്താ, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് കോസ് വൈ മൈനസ് വൈ ഇ പവർ എക്സ് എന്ന് കിട്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഫ് എക്സ് കാണണം. എഫ് എക്സ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് കോസ് വൈ മൈനസ് വൈ ഇ പവർ എക്സ് എന്ന് കിട്ടും. സോ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ് വൈ മൈനസ് വൈ ഇ പവർ എക്സ് എന്ന് തന്നെ കിട്ടുന്നത് എഫ് എക്സ് കേട്ടോ, മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി എഫ് എക്സ് അറ്റ് ദ പോയിൻറ്റ് 0 0 0 അങ്ങനെ വൈ 0 കൊടുക്കണം, അതുപോലെ തന്നെ എക്സും ഒക്കെ 0 കൊടുക്കണം, എല്ലാം 0 കൊടുക്കണം. ശ്രദ്ധിച്ചോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ കോസ് 0 മൈനസ് 0 ഇൻറ്റു ഇ പവർ 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എഫ് എക്സ് സീക്വൽ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. സോ എഫ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ വരുന്നത് 1 ആണ് അല്ലേ, 1. ഇനി എഫ് വൈ കാണണം. ദാറ്റ് ഈസ് എഫ് വൈ is equal to ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് കോസ് വൈ മൈനസ് വൈ ഇ പവർ എക്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് സൈൻ വൈ മൈനസ് ഇ പവർ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എഫ് വൈ അറ്റ് ദ പോയിൻറ്റ് 0 0 0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, 0 കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് 0 ഇൻറ്റു സൈൻ 0 മൈനസ് ഇ പവർ 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്നാണ് കിട്ടുന്നത്. സോ -1 കിട്ടും. ഇനി നിങ്ങൾക്ക് ആ ഇക്വേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, സോ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് അല്ല ചോദിച്ചത്, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എന്നല്ല ചോദിച്ചത്. യെസ്, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് എന്താ വരിക, ആദ്യം എഫ് എക്സ് എത്ര 1 അല്ലേ. സോ 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് -1 ഇൻറ്റു വൈ മൈനസ് 0 മൈനസ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു സെഡിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ, സെഡിൻ്റെ കേസിൽ വരുമ്പോൾ സെഡ് മൈനസ് 0 ഈക്വൾ ടു 0 എന്നുള്ളത്. ഇതെങ്ങനെ കിട്ടിയത്, സെഡിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് അവിടെ കിട്ടിയത്? അവിടെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അതായത് എഫ് ഓഫ് എക്സ് വൈ is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു മൈനസ് സെഡ് ഉണ്ടാവും. ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒക്കെ വ്യത്യാസം വരുമൊന്നുമില്ല, ഇതുവരെ നമ്മൾ ചെയ്തതിലൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, 0 ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അവിടെ എഴുതാണ്, ഞാനത് വിട്ടുപോയതാണ് എഴുതാനേ. ഇ പവർ എക്സ് മൈനസ് സെഡ് എന്ന് വരും. ഓക്കെ, വൈ കൊണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഇനി സെഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 1 അല്ല കിട്ടുക. സോ അഫ്കോഴ്സ് അതിൻ്റെ -1 ആണ് കിട്ടുക. അഫ്കോഴ്സ് അതിൻ്റെ എഫ് സെഡ് എന്ന് പറയുന്നത് -1 തന്നെ വരിക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് 0 ഈ എക്സ് ആണ്, ഇവിടെ -y, ഇവിടെ -z is equal to 0 എന്ന് കിട്ടും. സോ ഇതായിരിക്കും ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആ ഒരു അതിൻ്റെ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ z is equal to എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ആ സെഡിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന രീതികൾക്കോ ഇക്വേഷനൊന്നും യാതൊരു വ്യത്യാസമില്ല, ചെറിയ ചെറിയ വേരിയേഷൻസ് ആ ക്വസ്റ്റ്യനിലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയടാ, ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇതുവരെ നമ്മൾ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷനൊക്കെയാണ് ഇതുവരെ നമ്മൾ ചെയ്തത്.
ഇനി നമുക്ക് കാണേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു മൊഡ്യൂളിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രീം വാല്യൂസ് ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോ ആ ടോപ്പിക്കാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ എന്ത് കാണണം? ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശ്രദ്ധിച്ചോ? അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ ബേസിക് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ശ്രദ്ധിക്കണേ, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ഇത് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുകളും നിങ്ങൾ കാണാം. അതായത് എഫ് എക്സ് നിങ്ങൾ കണ്ടുപിടിക്കുക, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ എഴുതണ്ട. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണാം. എന്ന് പറഞ്ഞാൽ എഫ് എക്സ് നിങ്ങൾക്ക് എന്താ മക്കളെ കിട്ടുന്നത്? 2x ആണ് കിട്ടുന്നുണ്ടാവുക. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും അല്ലേ? ഇനി ഇതേപോലെ തന്നെ അപ്പോൾ ഞാൻ എഫ് എക്സിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ എഫ് എക്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഇതാണ് എഫ് എക്സ് വരുന്നത്. ഇനി എഫ് വൈ കാണുമ്പോൾ എഫ് വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ എഫ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 2y ആണ് കിട്ടുക. ഇനി നിങ്ങൾ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയില്ലേ? നിങ്ങൾ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ എഫ് എക്സും എഫ് വൈയും ഉണ്ടല്ലോ, ഇത് എവിടെയൊക്കെയാണ് എന്തുണ്ടാക്കുന്നത്? എല്ലാ പോയിന്റിലും എന്താണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, അതായത് ഇതിൻ്റെ മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും മക്കളെ? എല്ലായിടത്തും ഉണ്ടായിരിക്കും. സോ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് എവരിവെയർ ആയിരിക്കും വരുന്നുണ്ടാവുക. എഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, എഫ് ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് രണ്ട് പോസിറ്റീവായിട്ട് വരുന്നതുകൊണ്ട് ഓക്കെ, ക്ഷമിക്കണം, ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 എന്നല്ല വരുന്നത്. അതായത് ഈ എഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2x ആണ്, ഈ എഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2y ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ എല്ലായിടത്തും എന്ത് ചെയ്യും മക്കളെ? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ എവിടെയൊക്കെയാണ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധിച്ചോ, ഇനി എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2x is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഇംപ്ലൈസ് എന്താ കിട്ടുക? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് അതേപോലെ തന്നെ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2y ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ വിച്ച് ഇസ് ഇംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ കിട്ടുന്നത്? ഇതിൻ്റെ ക്രിട്ടിക്കൽ എഫ് എക്സും എഫ് വൈയും ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന പോയിന്റാണ്. ഓക്കെ, ആ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് മക്കളെ? 0 ആണല്ലോ അല്ലേ? ഓക്കെ, അറ്റ് ദ പോയിന്റ്, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0,0 ആണ്. സോ എഫ് ഓഫ് 0,0 എന്താ വരിക? 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. സോ ക്രിട്ടിക്കൽ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇതെന്തല്ല? നെഗറ്റീവ് അല്ലല്ലോ. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ഒറിജിൻ 0,0 gives local minimum. ലോക്കൽ മിനിമം ആണ് നമുക്ക് എന്ത് ചെയ്യുക? 0.0 എന്ന് പറയുന്ന പോയിന്റ് തരുന്നുണ്ടാവുക. സോ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് എക്സ്ട്രീം വാല്യൂസിൻ്റെ വളരെ ബേസിക് കോൺസെപ്റ്റാണ് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ശരിക്ക് എന്താ പറയുക സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റുകളൊക്കെ എക്സ്ട്രീം വാല്യൂസിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്.
ഓക്കെ, വളരെ ബേസിക്കായി ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലെ എക്സ്ട്രീം വാല്യൂസിന് ഒരു എക്സാമ്പിൾ പോലെ മാത്രം പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ആണുള്ളത്. ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ. ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 4. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം ആ ഒരു പോയിന്റ് പറയാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ് നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും 4 പോയിന്റുകളാണ് പറയുന്നത്. ഒന്നാമത്തത്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം മക്കളെ, ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കണ്ടുപിടിക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഓക്കെ കണ്ടിന്യൂസ് ആണെന്നൊക്കെ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം at a point A, B if fxx is greater than 0 and fxx fyy minus fxy square greater than 0 എന്ന് കിട്ടും. അതായത് എഫിന് ലോക്കൽ മാക്സിമം ആണുള്ളത് എങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരേണ്ടത് കറക്റ്റായിട്ട്. ഇനി അടുത്തത്, എഫ് ഹാസ് എ ലോക്കൽ മിനിമം. അറ്റ് എ കോമ ബി if fxx greater than 0 and fxx fyy minus fxy the whole square എന്താവണം, ലെസ് ദാൻ 0 ആവണം. ഓക്കെ, അങ്ങനെ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് സാഡിൽ പോയിന്റ് ആണ്. എഫ് ഹാസ് എ സാഡിൽ പോയിന്റ് അറ്റ് എ കോമ ബി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം മക്കളെ, ഈ 2 കണ്ടീഷൻ ഉണ്ടാവരുത്. അതായത് ഇവിടെ പറയുന്ന നമ്മൾ എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ഇല്ലാതെ എന്ത് മാത്രമാവും മക്കളെ, എഫ് എക്സ് എക്സ് മൈനസ് എഫ് വൈ വൈ fxx into fyy minus fxy the whole square less than 0 ആവാം. ഇത് മാത്രമുള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ സിലബസിലാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളേ. ഇത് കമൻറ്റിൽ വരുന്നത് 4 വർഷം FYUGPയുടെ സിലബസാണ് ഇപ്പോൾ ഈ ലൈവിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. FYUGP 3rd സെമസ്റ്റർ മേജർ മാത്തമാറ്റിക്സ്. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഞാൻ എഴുതി വെക്കാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് അല്ലേ. സോ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 4. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എഫ് എക്സ് കാണുന്നു. ഈ എഫ് എക്സ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ മൈനസ് 2x മൈനസ് 2 എന്ന് കിട്ടും. ഇനി എഫ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 2y
-2 എന്ന് കിട്ടും. ഓക്കെ, സോ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക, എഫ് ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നും ആൻഡ് എഫ് വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, വൈ മൈനസ് 2x മൈനസ് 2 ഈക്വൽ ടു 0 കിട്ടും. ഇവിടെയാണെങ്കിൽ വൈ മൈനസ് 2y, ഓക്കെ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റില്ല മക്കളെ, ഇത് y അല്ലല്ലോ എക്സ് അല്ലേ വരിക, ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2y. സോ ഇവിടെ വൈക്ക് പകരം എക്സ് മൈനസ് 2y മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും, വൈ മൈനസ് 2x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും ആൻഡ് എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് y ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2x എന്ന് എഴുതി കൂടെ എഴുതാൻ പറ്റും. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കാണണം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 ആണ്. വൈക്ക് പകരം 2 പ്ലസ് 2x കൊടുത്താൽ മതി. സോ ഈ എക്സ് മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 2x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് മൈനസ് 4 മൈനസ് 4x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. 4 മൈനസ് എക്സ് മൈനസ് 4x എന്ന് പറഞ്ഞാൽ മൈനസ് 3x ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 4 വരും. അല്ലെങ്കിൽ മൈനസ് 3x ഇസ് ഈക്വൽ ടു 6 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 ബൈ മൈനസ് 3, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ മൈനസ് 2 ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഓൾസോ ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. സോ ഏതാ നമുക്ക് പോയിന്റ് വരുന്നത് മക്കളെ, നമ്മൾ എവിടെയാണ് എക്സ്ട്രീം വാല്യൂ ചെക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്, 2, -2 എന്ന് പറയുന്ന പോയിന്റിനകത്ത്. ഓക്കെ, നോക്കാം നമുക്ക്, ശ്രദ്ധിച്ചോ. അപ്പോൾ എ ബി എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയിൽ പറയുന്ന എ ബി എന്ന് പറയുന്ന പോയിന്റ് -2, -2 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എഫ് എക്സ് എക്സ് കാണുക. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പാർഷ്യൽ എഫ് എക്സിനെ വീണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 2x മൈനസ് 2 ആണ്. സോ എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ -2 എന്ന് കിട്ടും, ഇതിൽ ലെസ് ദാൻ 0 ആണ്. ഇനി അടുത്ത് നിങ്ങൾ കാണേണ്ടത് എന്തുകൂടെ കാണണം, എഫ് എക്സ് വൈ കാണണം അല്ലേ. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്, സോറി എഫ് എക്സ് വൈ അല്ലേ, എഫ് വൈ വൈ ഇതേപോലെ തന്നെ എഫ് വൈ ഇസ് ഈക്വൽ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ, ഈ എക്സ് മൈനസ് 2y മൈനസ് 2 ആണ്. സോ എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു എന്താ വരിക, വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് -2 എന്ന് കിട്ടും. ഇതും തന്നെയാണ് ലെസ് ദാൻ 0 തന്നെയാണ്. ജസ്റ്റ് വെച്ചെന്നുള്ളൂ. ഇനി എഫ് എക്സ് വൈ, എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ മൈനസ് 2x മൈനസ് 2 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഓരോ പോയിന്റിലാണ് നമ്മൾ കാണേണ്ടത്, സോ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദി ഹോൾ സ്ക്വയർ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താ, -2 ഇൻറ്റു എഫ് വൈ വൈ എന്ന് പറയുന്നതും -2 ആണ്. സോ -2 ഇൻറ്റു -2 മൈനസ് 1 സ്ക്വയർ എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇതെന്താ മക്കളെ, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ രണ്ട് കണ്ടീഷൻ നമുക്ക് ഇവിടെ തന്നു, രണ്ട് കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0യും ആൻഡ് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദി ഹോൾ സ്ക്വയർ ഏതാ കിട്ടിയത്,
ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയത്. ഇതേതാ മക്കളെ വരുന്നത്? ഏതാ നമ്മളെ കണ്ടീഷൻ? ഏതാ നോക്കിക്കേ, നമ്മൾ ആദ്യം വെച്ച കണ്ടീഷൻ ഉണ്ട്, ഇതിലേതാ വരുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മക്കളെ? ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Therefore നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ബൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം, എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് ദ പോയിന്റ് -2 -2. ഓക്കെ, ആൻഡ് ഈ എഫ് മാക്സിമം പോയിന്റ് എന്ന് പറയുന്ന എഫ് ഓഫ് -2 -2 കാണണം. എന്താ വരിക? എക്സ് വൈ, അതായത് -2 ഇൻറ്റു -2 മൈനസ് -2 സ്ക്വയർ മൈനസ് -2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -2 മൈനസ് 2 ഇൻറ്റു -2 പ്ലസ് 4 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 4 മൈനസ് 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്താൽ 4 പ്ലസ് -4 പ്ലസ് 4 ക്യാൻസൽ ചെയ്യും, ഇതും ക്യാൻസൽ ചെയ്യാം. 4 പ്ലസ് 4 എന്ത് കിട്ടും നമുക്ക് മക്കളെ? 4 പ്ലസ് 4 is equal to 8 എന്ന് കിട്ടും. സോ എഫ് ഓഫ് -2 -2 is equal to 8 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം പോയിന്റ് ആയിട്ട് നമുക്ക് എന്താണ് മക്കളെ വരുന്നുണ്ടാവുക? 8 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല എഫിന് ഏത് പോയിന്റിലാണ്? ആ -2 -2 എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് എക്സ്ട്രീം പോയിന്റുകൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കാണേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഈ മൊഡ്യൂളിൽ നിങ്ങൾ കാര്യമായിട്ടും നോക്കേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും എക്സ്ട്രീം വാല്യൂസുമായി ബന്ധപ്പെട്ട് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. എക്സാമിന് ചോദിക്കും. ഓക്കെ, എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെയാണ് കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, എസ് എ ആയിട്ടൊക്കെ ചോദിക്കാൻ 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടിയാണത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് പോവാം. നാലാമത്തെ മൊഡ്യൂളിൽ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് നാലാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് അപ്പോൾ നമ്മൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ കാൽക്കുലസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഡെറിവേറ്റീവുകളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളായി ഡെറിവേറ്റീവുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് ഇൻറ്റഗ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 വേരിയബിൾ ഫംഗ്ഷൻ, ഡബിൾ വേരിയബിൾ, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ കാര്യമാണ് ഈ ഫോർത്ത് മൊഡ്യൂൾ കൃത്യമായിട്ട് പറയുന്നത്. ട്രിപ്പിൾ ഇൻറ്റഗ്രേഷൻ്റെ ചെറിയൊരു ഭാഗം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ പറയും, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെയാണ് കാര്യമായിട്ടും നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ജസ്റ്റ് ആ ഒരു ടോപ്പിക്കുകൾ ജസ്റ്റ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡബിൾ ഇൻറ്റഗ്രൽസ് എന്താണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ മേജർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഏരിയ കാണാൻ, മൊമെൻറ്റ്സ് കാണാൻ, സെൻറ്റർ ഓഫ് മാസ് കാണാൻ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഡബിൾ ഇൻറ്റഗ്രേഷനെ പോളാർ ഫോമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസും ഇൻ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിലെ ട്രിപ്പിൾ ഇൻറ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ഇൻറ്റഗ്രേഷൻ പുതിയ കോൺസെപ്റ്റാണ്. നമ്മൾ ഇതുവരെ പഠിക്കാത്ത, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ചില ഏരിയകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
കാൽക്കുലേറ്റ് double integral over r f of xy dA for f of xy is equal to 1 minus 6x square y. R എന്ന് പറയുന്ന റീജിയൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഈ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ് കാണേണ്ടത്. നമുക്കറിയാം റീജിയൻ ആർ എന്ന് പറയുന്നതിൽ എക്സിൻ്റെ വേരിയേഷൻ 0 to 2 ആണ്. സോ 0 to 2 ഓക്കെ ഇൻറ്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1 minus 6x square y. ഫസ്റ്റ് ഡി വൈ ചെയ്യണം, ദെൻ ഡി എക്സ് ചെയ്യണം. അങ്ങനെ റീസൺ രണ്ടാമത്തെ ഇൻറ്റഗ്രേഷൻ ലിമിറ്റ് വൈയിലാണ്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഡി വൈ ഇട്ടത്, ദെൻ ഡി എക്സ് ഇട്ടത്. സോ അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻറ്റഗ്രൽ 0 to 2 ഇൻറ്റഗ്രൽ 1ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വൈ ആണ്, -6x സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻറ്റു വൈൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് y²/2 ആണ് വിത്ത് ഇൻ ദ ലിമിറ്റ് -1 to 1 dx. ഓക്കെ, ക്യാൻസൽ ചെയ്യാം നമുക്ക്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 ഇൻറ്റു വൈ മൈനസ് ഈ ഒരു 6ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്നുള്ളൂ, 3x സ്ക്വയർ y² എന്നാകില്ല. സോ y മൈനസ് 3x സ്ക്വയർ y² വിത്ത് ദ ലിമിറ്റ് -1 to 1 dx. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. that is integral 0 to 2 into upper limit കൊടുക്കും 1 minus 3x square into -1 square minus -1 minus 3x square into ഇവിടെ മൈനസ് ഇത് പ്ലസ് ആണ്, -1 square ഇതാണ് വരിക. So which is equal to integral 0 to 2 എന്താ കിട്ടുക 1 സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും നമുക്ക് 1 minus 3x സ്ക്വയർ, ഇവിടെ ഇത് 1 ആയി -3x സ്ക്വയർ. സോ പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ ഒരു ഡി എക്സ് ഉണ്ട് കേട്ടോ പുറത്ത് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് -3x സ്ക്വയറും ഇത് പ്ലസ് അല്ലേ, +3 ഇത് മൈനസ് പ്ലസ് ആവും, +3x സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. 1 + 1 2 ആണ്. സോ ഇൻ്റഗ്രൽ 0 to 2 2 dx എന്നാണ് കിട്ടുക അല്ലേ. 2 dx ഇൻ്റഗ്രേഷൻ എന്താ 2x അല്ലേ. സോ 2x വിത്ത് ലിമിറ്റ് 0 to 2, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് 2 into 2 minus 2 into 0. സോ വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്താ ആൻസർ കിട്ടും മക്കളെ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്താണ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 4 എന്ന് കിട്ടും. ഇതൊരാളെ തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഞാനിവിടെ -1 to 1 ആണ് ആദ്യം, അതായത് y വെച്ചുകൊണ്ടാണ് ആദ്യം ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഒരാളെ തിരിച്ച് ചെയ്തു, ആദ്യം എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു, പിന്നെ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു, നോ പ്രോബ്ലം, സെയിം ആൻസർ ആണ് കിട്ടുക. കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്നല്ലാതെ ആൻസറിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് എക്സ് വെച്ചുകൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ y വെച്ചുകൊണ്ട് തുടങ്ങാം, ആസ് യു വിഷ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രധാനമായിട്ടും ഈ ഒരു ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏരിയ കാണാൻ, വോളിയം കാണാൻ, ഇത്തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, പ്രതീക്ഷിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അതിനു മുമ്പ് ചില കമൻറ്റുകൾ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 4 year ഡിഗ്രി പ്രോഗ്രാമിൻ്റെ FYUGPയുടെ ലൈവ് സെക്ഷനാണ് കേട്ടോ. FYUGPയുടെ ലൈവ് സെക്ഷനാണിത്. തിയററ്റിക്കൽ കെമിസ്ട്രി പ്രഡിക്ഷൻ. തിയററ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മേജർ കെമിസ്ട്രി ആണ് അല്ലേ, റൈറ്റ്.
ആണോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. മേജർ ആണോ? നിങ്ങളുടെ മേജർ സബ്ജക്റ്റ് ആണോ അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് സോ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അംന ഫാത്തിമ. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ വോളിയം ഓഫ് ദി പ്രിസം whose base is a triangle in xy plane, bounded the x-axis and line y is equal to 1 and x is equal to 1, whose top lies in the plane z is equal to f of xy is equal to 3 minus x minus y. ഓക്കെ, നമുക്കൊരു പ്രിസത്തിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ കണ്ടീഷൻ പറഞ്ഞത് എന്താ? അതിൻ്റെ ബേസ്, ഓക്കെ, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? എക്സ് വൈ പ്ലെയിനിലാണുള്ളത്. ഓക്കെ, അതായത് 2 ഡയമെൻഷനിൽ എക്സ് വൈ പ്ലെയിനിലാണുള്ളത്. ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ട്രയാങ്കിളാണ്. നിങ്ങൾ പ്രിസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പ്രിസത്തിനകത്ത് നമുക്കറിയാം എന്താ അതിൻ്റെ ബേസ് ഭാഗം എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പാണ്. അത് എക്സ് വൈ പ്ലെയിനിലാണുള്ളത്, 2 ഡയമെൻഷനിലാണുള്ളത്. അതെങ്ങനെയാണ്? അത് എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനും ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ, ഇത് മൂന്നും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ് ആ ഒരു ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ആ പ്രിസത്തിൻ്റെ വോളിയമാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ ഒരു പിക്ചർ ഒന്ന് ഞാൻ വരാം. ഞാൻ എക്സ് വൈ പ്ലെയിൻ്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, എന്നിട്ട് നമുക്കിതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. ഞാൻ അപ്പോൾ ആ ഒരു പിക്ചർ ഞാൻ ഇവിടെ തന്നെ പിക്ചർ വരയ്ക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചോളൂ കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളെ വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ, സംശയം ഉണ്ടാകാൻ പാടുമില്ല. ഇതാണ് നമ്മളെ ബേസ്. ഞാൻ ആ ബേസ് റീജിയൻ മാത്രമാണ് വരയ്ക്കുന്നത്. 3 ലൈനുകളാണ് പറഞ്ഞത്. ഒന്ന് വൈ ആക്സിസ്, അത് ഒന്ന് എക്സ് ആക്സിസ് ഓൾറെഡി നമ്മൾ വരച്ചു, ഇവിടെ ഉണ്ട് അല്ലേ? ഇതാണ് എക്സ് ആക്സിസ് കേട്ടോ, ആൻഡ് ഇത് വൈ ആക്സിസ്. ഇനി അടുത്ത ലൈൻ ഏതാ പറഞ്ഞത്? വൈ ഈക്വൾ ടു എക്സ്. വൈ ഈക്വൾ ടു എക്സ് എന്ന് പറയുന്ന ലൈന് എന്തായിരിക്കും മക്കളെ? വൈ ഈക്വൾ ടു എക്സ് നിങ്ങൾ പല തവണ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇതാണ് വൈ ഈക്വൾ ടു എക്സ് എന്ന് പറയുന്നത് അല്ലേ? ആണ് ഓർജിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാ. ഇതാണ് നമ്മളുടെ വൈ ഈക്വൾ ടു എക്സ് എന്ന് പറയുന്ന ലൈന്. പിന്നെ ഉള്ളതെന്താ? പിന്നെ അടുത്തൊരു ലൈനും കൂടെ ഉണ്ട്, എക്സ് ഇസ് ഈക്വൾ ടു 1. എക്സ് ഇസ് ഈക്വൾ ടു 1 എന്ന് പറയുന്ന ലൈന് വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവും മക്കളെ? വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ രീതിയിൽ 1, ക്ഷമിക്കണം, ഓക്കെ. സോ ഇത് നമ്മളുടെ എക്സ് ഇസ് ഈക്വൾ ടു 1 എന്ന് പറയുന്നത്, ഇത് വൈ ഈക്വൾ ടു എക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന റീജിയൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഇതാണ് ആ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ്, അല്ലെങ്കിൽ ആ പ്രിസത്തിൻ്റെ ബേസ് ആയിട്ട് വരിക. ഓക്കെ, ഇതാണല്ലോ ബേസ് ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മളുടെ റീജിയൻ ആർ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, അപ്പം ഈ ആർ എന്ന് പറയുന്ന റീജിയൻ ഇനി നമുക്ക് അടുത്ത കാണേണ്ടത് എന്താ? ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഓക്കെ, ഇതിൻ്റെ ലിമിറ്റുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ്സ് നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ 2 കോർഡിനേറ്റ്സാണ്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ചിലപ്പം മേ ബി നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ചിത്രം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ആണല്ലോ, എക്സും വൈയും ആണുള്ളത്. അപ്പോൾ എക്സിലും വൈയിലും വേരിയേഷൻസ് ഉണ്ടാവും. എക്സിലുള്ള വേരിയേഷൻ എങ്ങനെ വരുന്നത്? എക്സ് ആക്സിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 0 മുതൽ ഏത് വരെയാണ്? ഇത് 1 എന്ന് പറയുന്ന പോയിന്റാണ്, 0 to 1. സോ സിംപ്ലി നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? എക്സ് എന്ന് പറയുന്നത് ആ റീജിയനിൽ വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1 എന്ന് പറയുന്ന രീതിയിലാണ്. ഇനി വൈ എങ്ങനെ വേരി ചെയ്യുന്നത്? വൈൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ? നോക്കിയത് ഇത് ഈ ഡയറക്ഷനിലല്ലോ വൈൻ്റെ വേരിയേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വൈൻ്റെ വേരിയേഷൻ വരുന്നത്. ശരിയാണല്ലോ, ഇങ്ങനെയാണ് വൈൻ്റെ വേരിയേഷൻ വരുന്നത്. സോ
എന്ന് പറഞ്ഞാൽ വൈൻ്റെ വേരിയേഷൻ 0 മുതൽ ഏത് വരെയുണ്ട് മക്കളെ? y ഈക്വൾ ടു എക്സ് വരെയല്ലേ, അതല്ലേ വരുന്നത്. സോ വൈൻ്റെ വേരിയേഷൻ എന്താ വരുന്നത്? 0 ഈക്വൾ ടു y ലെസ് ദാൻ ഓർ ഈക്വൾ ടു എക്സ് ആണ്. സോ രണ്ട് വേരിയേഷൻസും കിട്ടിയില്ലേ? നമുക്ക് വോളിയം കാണാമല്ലോ നമുക്ക്. സോ വോളിയം കാണുമ്പോൾ എന്താ കിട്ടുക? v ഈക്വൾ ടു ഇൻറ്റഗ്രൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ് വോളിയം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൾ ടു ഇവിടെ വൈൻ്റെ വേരിയേഷൻ എക്സിൻ്റെ വേരിയേഷനും ഉണ്ട്. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലിമിറ്റ് വേരിയബിൾ ആണെങ്കിൽ അത് ഉള്ളിൽ കൊടുക്കണം കേട്ടോ, എപ്പോഴും നിർബന്ധമായിട്ടും കൊടുക്കണം. സോ എക്സ് പുറത്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to എക്സ് എഫ് ഓഫ് എക്സ് വൈ സെഡ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 3 മൈനസ് എക്സ് മൈനസ് വൈ ആണ്. സോ 3 മൈനസ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഫസ്റ്റ് ഡി വൈ ആൻഡ് ഡി എക്സ്. സോ അത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 0 to 1 3ൻ്റെ ഇൻറ്റഗ്രേഷൻ 3y ആണ്, മൈനസ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് ഇൻറ്റു വൈ ആണ്, മൈനസ് വൈൻ്റെ ഇൻറ്റഗ്രേഷൻ വൈ സ്ക്വയർ ബൈ 2 ആണ്, വിത്ത് ഇൻ ദ ലിമിറ്റ് 0 to എക്സ് ഡി എക്സ് ആണ്. സോ 0 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. സോ അതുകൊണ്ട് 0 കൊടുക്കണ്ട, അപ്പർ ലിമിറ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് 0 ആയിട്ട് പോകുന്നുണ്ടാ. സോ ശ്രദ്ധിച്ചോ. സോ വിച്ച് ഈസ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ 0 to 1 വൈക്ക് പകരം എക്സ് കൊടുക്കുക, അതായത് 3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ 0 to 1 3x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 നമുക്ക് ആഡ് ചെയ്യാം, മൈനസ് 3/2 എക്സ് സ്ക്വയർ കിട്ടും. Therefore it is equal to integral 0 to 1 3x മൈനസ് 3x സ്ക്വയർ ബൈ 2 ഡി എക്സ് എന്ന് കിട്ടും. ഇനി അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തോ. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താ നമുക്ക് കിട്ടുക? അതായത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എന്താ കിട്ടുക? 3x ക്യൂബ് ബൈ 3 ആണ് 6 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇവിടെയും ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, കാരണം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകുന്നതുകൊണ്ട് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൾ ടു 3 ഇൻറ്റു 1 സ്ക്വയർ ബൈ 2 മൈനസ് 3 ഇൻറ്റു 1 ക്യൂബ് ബൈ 6 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൾ ടു 3/2 മൈനസ് 1/2 എന്ന് കിട്ടും. 3/2 മൈനസ് 1/2 എന്താ വരിക മക്കളെ? വോളിയം ഈക്വൾ ടു 1 അല്ലേ കിട്ടുക. സോ എന്താണ് കിട്ടിയത് നമുക്ക് ആൻസർ? ഇപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഈക്വൾ ടു 1 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ആ പ്രിസത്തിൻ്റെ വോളിയം എന്തായിരിക്കും മക്കളെ? ഈക്വൾ ടു 1 ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ. ഇങ്ങനെയും ഈ ഒരു ലിമിറ്റ് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഇതല്ലാത്തൊരു ലിമിറ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ലിമിറ്റുകൾക്ക് നമുക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇതല്ലാത്തൊരു ലിമിറ്റ് എന്ന് പറയുന്നത് വരുന്നത് ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ചോ. അതായത് എക്സിൻ്റെ വേരിയേഷന് ഞാനിതാ ഇങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണ്, ഇത് 1 ആണ് അല്ലേ. ഈ ലൈനിലെ ഏത് പോയിൻ്റ് എന്താ? എക്സ് ആണ്. ഈ ലൈനിലെ ഏത് പോയിൻ്റ് 1 ആണ്. സോ എക്സ് വേരിയേഷൻ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ എടുക്കുന്നു കേട്ടോ മക്കളെ? ഇങ്ങനെ എടുക്കുന്നു. എക്സിൻ്റെ വേരിയേഷൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1 കൊടുത്തു. ആൻഡ് വൈൻ്റെ വേരിയേഷൻ ആയിട്ട് ഞാനിതാ ഈ രീതിയിൽ ഈ പോയിൻ്റ് വരെയുള്ള എടുക്കുന്നു. ഈ പോയിൻ്റ് എന്തായിരിക്കും വരുന്നുണ്ട്? ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് ഈക്വൾ ടു 1 വൈ ഈക്വൾ ടു 1 ആണെങ്കിൽ ഈ പോയിൻ്റ് 1 ആണ്. സോ വൈൻ്റെ വേരിയേഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1. ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം മക്കളെ? ആ വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ചെയ്ത കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആൻസർ എന്താ കിട്ടുക? 1 തന്നെയായിട്ട് കിട്ടുന്നുണ്ടാവും. അത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ആൻസർ 1 തന്നെയായിരിക്കും, പക്ഷേ ചെയ്ത കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ലിമിറ്റ് മാറുമ്പോൾ ഏത് രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾ ചൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
find the area of the region bounded by y is equal to x and y equal to x square in the first quadrant. Okay, first quadrant y equal to x എന്ന് പറയുന്ന ഗ്രാഫും അതുപോലെ തന്നെ y equal to x സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഒരു സെക്കൻഡ്. ശ്രദ്ധിച്ചോ, സിമ്പിളാണത്. ഗ്രാഫ് വരക്കുക, റീജിയൻ ഏതാ മനസ്സിലാക്കുക. ഫസ്റ്റ് രണ്ട് നമുക്ക് പരിചയമുള്ള രണ്ട് ഗ്രാഫുകളാണ്. ഒന്ന് y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും. എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരച്ചോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരച്ചോ. എന്താ വരിക? y ആക്സിസ്, എക്സ് ആക്സിസ്. സോ ഇവിടെ നമുക്ക് ലൈനുകൾ വരയ്ക്കാം. ഇനി ആദ്യം y ഈക്വൽ ടു എക്സ് ആണ്. അതിന് മുമ്പ് എക്സ് സ്ക്വയർ, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വരയ്ക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരാബോളയാണ് അല്ലേ. ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പരാബോള എന്തായിരിക്കും വരിക? ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പരാബോള ഈ രീതിയിലാണ് വരിക. ശരിയല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം വരച്ചാൽ മതി. ഇനി എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇത് വരുന്നത് എന്താ മക്കളെ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതല്ലേ ഉണ്ടാവുക. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയല്ലേ വരും? നേരത്തെ വരച്ചതാ. y ഈക്വൽ ടു എക്സ്. അപ്പോൾ ഏതാ നമ്മളെ റീജിയൻ? ഏതാ ബൗണ്ടഡ് റീജിയൻ? ഇതല്ലേ ആ റീജിയൻ ആർ എന്ന് പറയുന്നത്. ശരിയാണല്ലോ അല്ലേ. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനി നമുക്ക് ലിമിറ്റുകൾ അറിയണം. അടുത്ത പോയിൻ്റ് അതാ അല്ലേ. അടുത്ത പോയിന്റ് ലിമിറ്റ് അറിയണം. ലിമിറ്റ് അറിയാൻ നമുക്ക് ആദ്യം വേണ്ടത്, ഞാനതാ ഈ പോയിന്റ് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന പോയിന്റ്, അത് എക്സ് ആക്സിസിലുള്ള വേരിയേഷൻ നമുക്ക് എടുക്കാം. ഈ പോയിന്റ് എന്താ വരിക? y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഇസ് ഈക്വൽ ടു എക്സും ആവുന്ന കണ്ടീഷൻ എന്താ? 1 അല്ലേ. സോ ഈ ഒരു പോയിന്റ് വരുന്നത് 1,1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റാണ്. ഇവിടെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരച്ചത് y ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വേരിയേഷൻ നമുക്ക് എവിടെ നിന്ന് എങ്ങനെ പറയാൻ പറ്റും? 0 മുതൽ ഏത് വരെയാണ്? 1 വരെയാണ്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഇനി വൈൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്? വൈൻ്റെ വേരിയേഷൻ 0 മുതൽ, അല്ലെങ്കിൽ വൈൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സിൽ നിന്ന് y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരെയാണ് അല്ലേ. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ, 0 അല്ല, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് വേരിയേഷൻ വരുന്നുണ്ടാവുക. സോ ഇതായിരിക്കും അതിൻ്റെ ലിമിറ്റ്സ്, എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റായിട്ട് വരുന്നത്. സോ ഏരിയ കാണാം. സോ ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയ ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി എ എന്നാണ് വരിക. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് എന്താ? 0 to 1 അല്ലേ. എക്സ് എന്ന് പറയുന്നത് 0 to 1, 0 to 1 ഇൻറ്റഗ്രൽ y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ടു എക്സ് ഡി വൈ ഡി എക്സ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 y വിത്തിൻ ദ ലിമിറ്റ് എക്സ് സ്ക്വയർ ടു എക്സ് ഡി എക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ് ഡി എക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു x square by 2 minus x cube by 3 within the limit 0 to 1. Okay, so which is equal to 0 കൊടുക്കണം, 1 മാത്രം കൊടുത്താൽ മതി. 1/2 minus 1/3 എന്ന് കിട്ടും. സോ ഏരിയ ഇസ് ഈക്വൽ ടു 1/6 എന്ന് കിട്ടും.
സിമ്പിൾ അല്ലേ? അപ്പോൾ ആ ലിമിറ്റ് കാണുന്നത് മാത്രമാണ് നിങ്ങൾക്കൊരു പ്രയാസമായിട്ടുണ്ടാവുക. അപ്പോൾ ചിത്രം വരയ്ക്കുക, ചിത്രം ഉണ്ടാവണം കേട്ടോ മക്കളെ. ചിത്രം വരച്ചിട്ട് കൊണ്ട് തന്നെ ലിമിറ്റ് കാണണം, അപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതും ചിത്രത്തിൽ നിന്ന് ആ ഒരു ലിമിറ്റ് ഉണ്ടാക്കുന്നതൊക്കെ മാത്രമേ നമുക്കൊരു പ്രയാസം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അങ്ങോട്ട് ഇക്വേഷൻ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. ഓക്കെ, ക്ലിയർ അല്ലടാ? ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇതാണ് ഏരിയ, വോളിയം അല്ലെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് പ്രതീക്ഷിക്കാം നമുക്ക്. അതായത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിച്ചത്. ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ്, ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ഫംഗ്ഷൻ തന്നിട്ട് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് ഇതാ എങ്ങനത്തെയാണ് മക്കളെ, നിങ്ങൾക്ക് വളരെ ഓക്കെ, അതായത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നിട്ട് അല്ലെങ്കിൽ ഏരിയ കാണാൻ, വോളിയം കാണാൻ ഒക്കെയാണ് എന്തുണ്ടാവുക ഈ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പോളാർ ഫോമിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പോളാർ ഫോമിലേക്ക് ഒരു ഇക്വേഷന്, കാർട്ടീഷ്യൻ ഫോമിനെ പോളാർ ഫോമിലേക്ക് മാറ്റാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കർവിനെയും നമുക്ക് പോളാർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ പോളാർ ഫോമിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലുമിനിസ്കേറ്റ് r square is equal to 4 minus cos 2 theta. ഓക്കെ, അപ്പോൾ അതും വരാൻ സാധ്യതയുള്ളതാണ്. ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചിത്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വേരിയേഷൻസ് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ എത്രയാണ് ഇപ്പം ഓക്കെ, പോളാർ ഫോം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇൻറ്റഗ്രേഷൻ എ എന്ന് പറയുന്ന ഏരിയ, ആ ഫോമുല ജസ്റ്റ് എഴുതി വെക്കാം. അതായത് ക്യാപിറ്റൽ എ is equal to ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി തീറ്റ ആണ് വരിക. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, തീറ്റ എന്ന് പറഞ്ഞ ആംഗിളാണ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ, തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ? ആർ സ്ക്വയർ is equal to 4 cos 2 തീറ്റയാണ് അല്ലേ? ആർ സ്ക്വയർ is equal to 4 cos 2 തീറ്റയാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നന്നായി നോക്കിക്കോളൂ. ആ ഒരു പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം ഇവിടെ. ഇതാണ് ഏരിയ, എന്താ പറയുക, നമ്മളുടെ ഷേപ്പ് ഇങ്ങനെ വരുന്നുണ്ടാവുക. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഷേപ്പിലാണ് ഓക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ 4 ക്വാഡ്രൻറ്റിലുണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കാണുന്നു. ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സിമെട്രിക് ആയിരിക്കും. സോ ആ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആംഗിൾ ആദ്യം കണ്ടുപിടിക്കണം. സോ ആംഗിൾ വരുന്നത്, ആംഗിളിൻ്റെ ലിമിറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ആംഗിൾ ലിമിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് തീറ്റ ഈക്വൾ ടു 0 ആണ്. ഇവിടെ വരുന്നത് തീറ്റ ഈക്വൾ എന്തായിരിക്കും? π/4 ആയിരിക്കും. ഓക്കെ, റേഡിയസിൻ്റെ ലിമിറ്റ് ഈ പോയിൻ്റ് റേഡിയസ് 6 ആയിരിക്കും. ഇവിടത്തേക്ക് നോക്കുക. അപ്പോൾ തീറ്റ ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? തീറ്റ ഈക്വൾ ടു 0 to π/4. അപ്പം ലിമിറ്റ് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൾ ടു π/4. ആറിൻ്റെത് നമുക്ക് എന്താ വരിക?
0 less than or equal to r less than or equal to root of 4 cos 2 theta ആണ് വരിക. ആറിൻ്റെ ഇതായിരിക്കും എൻ്റെ ലിമിറ്റ് വരുന്നുണ്ടാവുക. ഏത് ഭാഗത്തിൻ്റെ ഏരിയ, ഏത് ഭാഗത്തിൻ്റെ, ഈ ഭാഗത്തിൻ്റെ മാത്രം ഏരിയ ആണ് കേട്ടോ അത്. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ടോട്ടൽ ഏരിയ കിട്ടുന്നുണ്ടാവുക. സോ therefore capital A equal to 4 into integral 0 to pi by 4 integral 0 to root of 4 cos 2 theta, അല്ലേ, 4 cos 2 theta r dr d theta എന്ന് വരും. ചെയ്താൽ മതി. which is equal to 4 into integral 0 to pi by 4, ആറിൻ്റെത് r square by 2, ഇതിൻ്റെ ലിമിറ്റ് 0 to root of cos 2 theta d theta എന്ന് കിട്ടും. 0 കൊടുക്കണ്ട, ന്യൂമറേറ്റർ സോറി അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 4 into integral 0 to pi by 4, r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 cos 2 theta by 2 d theta എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ എന്താ കിട്ടുക, ശ്രദ്ധിച്ചോ, 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് വരും മുകളിൽ. ആ 2ഉം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ 8 വരും ഇവിടെ, അല്ലേ. ദാറ്റ് ഈസ് 8 into integral 0 to pi by 4 cos 2 theta d theta എന്ന് കിട്ടും. cos 2 theta ഇൻറ്റഗ്രേഷൻ എന്താ, which is equal to 8 into integral, sorry 8 into limit sin 2 theta by 2 within the limit 0 to pi by 4. ഈ 2ഉം 8ഉം ക്യാൻസൽ ചെയ്ത 4 ആ കിട്ടുക. 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ 2, അല്ലേ, പൈ ബൈ 2 മൈനസ് സൈൻ 0 എന്ന് കിട്ടും. സൈൻ പൈ ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. സോ 4 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. സോ ടോട്ടൽ ഏരിയ ആയിട്ട് വരുന്നത് എന്തായിരിക്കും മക്കളെ, ഈക്വൽ ടു 4 ആണ് നമുക്ക് ടോട്ടൽ ഏരിയ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടെ മക്കളെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല എക്സാമുകൾക്ക് സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ പോളാർ ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പോളാർ ഫോമിലാണ് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് തന്നെ ആ ഈ പോളാർ ഫോമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, കൺവേർട്ട് ചെയ്യണം. പിന്നുള്ളത് എന്താ വെച്ചാൽ കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് അതിനെ പോളാർ ഫോമിലേക്ക് മാറ്റുന്നതാണ്. നമ്മൾ സാധാരണ ഫസ്റ്റ് മൊഡ്യൂളിൽ എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഫോമിലുള്ളതിനെ പോളാർ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ ഏരിയയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് നമ്മളുടെ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൻ്റെ ലൈവിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ നിൽക്കരുത്. കാരണം ഇതിലെ ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കണം. ഏറ്റവും റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവിൽ ആഡ് ചെയ്തത് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയയിൽ നിന്നുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ കോളേജുകളിൽ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് ഈ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് വരുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ലൈവിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, മൾട്ടി വേരിയബിൾ കാൽക്കുലസ് നന്നായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും കവർ ചെയ്യുക. ഇത് കവർ ചെയ്യാതെ നിങ്ങൾ എക്സാമിലേക്ക് പോകരുത് കേട്ടോ. ഓരോ മൊഡ്യൂളിലും നമ്മളെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, കവർ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പോവാം, നല്ല മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ലെക്ചർ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിപ്രപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലെക്ചർ നോട്ടുകൾ. FYUGP കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള യുണീക്കായിട്ടുള്ള നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ് യൂണിപ്രപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഇന്നലത്തെയും ഇന്നത്തെയും ലൈവിൻ്റെ ലെക്ചർ നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ലൈവിൽ നേരിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്. ഓക്കെ, ബൈ.